അപ്പം ഈ ഇല കണ്ടില്ലേ നല്ലോണം മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ ആഫ്രിക്കത്തെ ഇവരുടെ കുക്കിംഗ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ബാക്കിയായിട്ട് കൂട്ടിയാൽ മതി. ഇന്നിവിടെ കാണിക്കുന്നത് ഇവർ ലിമാണ്ട എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്. ലിമാണ്ട എൽ വെച്ചിട്ടാണ്. ലിമാണ്ട എന്ന് പറയുന്ന ഇല വെച്ചിട്ട് ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ല കണ്ടാൽ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ളൊരു കറി പോലെ തോന്നും. അപ്പോൾ ആ കറി എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കണത് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഇലകളുണ്ട് കേട്ടോ. നമുക്ക് ചീരേൻ്റെ ഇല, മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, അങ്ങനെയൊക്കെ കോവക്കേൻ്റെ ഇല, ഇതൊക്കെയാണല്ലോ നമ്മൾ കൂടുതലും തോരൻ വെക്കാറും കറി വെക്കാറൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം ഇലകളുണ്ട് കറി വെക്കാൻ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ലിമാണ്ട എന്ന് പറയുന്ന ഇല കൊണ്ട് ഇവരെങ്ങനെയാണ് സീമയ്ക്കുള്ള കറി ഉണ്ടാക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നിട്ടാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ തമാലയും ജിസ്റ്ററും എല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഇല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇല മാത്രമേ എടുക്കുള്ളൂ, ഇതിന്റെ തണ്ട് എടുക്കത്തില്ല എന്നാണ് ഇവര് പറയണേ. വലിയ ഇലകളൊക്കെ നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിട്ടാണ്. ഇതിന്റെ പേരാണ് കേട്ടോ മിറാക്കോ, ഇത് ഇന്നസെന്റ്. അപ്പം ഈ ലിമാണ്ട എന്ന് പറയുന്ന ഇലേനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലിമാണ്ട എന്ന് പറയുന്ന ഇലേൻ്റെ തണ്ടൊന്നും ഇവർ കറി വെക്കാൻ എടുക്കാറില്ല. പിന്നെ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങേൻ്റെ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് മറ്റുള്ള ഇലക്കറികളെക്കാട്ടും കൂടുതൽ ഇഷ്ടം ലിമാണ്ട കറി വെക്കുമ്പോഴാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരുപാട് ചേർന്നിട്ട് ഒരുമിച്ചാണ് ഇലയൊക്കെ നന്നാക്കുന്നത്. ഇനി ഇത് കറിയൊക്കെ ഉണ്ടാക്കി സീമേൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഇവർ കഴിക്കും. നല്ല രസമായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന ഇലയൊക്കെ നന്നാക്കി ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിന് എത്രയോ നല്ല രസമാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുന്നത്. അല്ലേ അപ്പം ഞാനിത് കണ്ടതിൽ വെച്ചിട്ട് ഒരു പ്രത്യേകത എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഏത് ഇലക്കറി ആണെങ്കിലും അവർ ഡയറക്റ്റ് അത് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഇലയൊക്കെ നന്നാക്കി വെക്കും. പക്ഷെ അത് കഴുകാതെയാണ് ആ ഇല അവർ കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തെരയില എന്ന് പറയുന്ന കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു. ഇപ്പം ഇതാ ലിമാണ്ട എന്ന് പറയുന്ന കറി ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഇലയൊക്കെ അവർ നന്നാക്കുന്ന പൊടിയൊക്കെ ഇങ്ങനെ തട്ടിക്കളയുന്നല്ലാതെ അവർ അത് വാഷ് ചെയ്യണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇലയൊന്നും വാഷ് ചെയ്യാതെ ഇത് പൊടി തട്ടിയിട്ടാണ് അവർ കറി ഉണ്ടാക്കുന്നത്. പിന്നെ നന്നായിട്ട് നോക്കും എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടോയെന്ന് നല്ലോണം നോക്കിയിട്ട് അത് നീറ്റാക്കി കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ കൈ കൊണ്ട് പിച്ചി ചീന്തിയിട്ടിട്ടാണ് അവർ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ചാർക്കോൾ ഉപയോഗിച്ച് കത്തിക്കുന്ന അടുപ്പാണ് കേട്ടോ ഇത്. അതിൽ തീ പിടിപ്പിക്കുകയാണ് ഇങ്ങനെ വീശിയിട്ട്. മണ്ണും കട്ടയും മണലും കൊണ്ടൊക്കെയാണ് ഇവിടെ പാത്രം കഴുകുന്നത്. അപ്പൊ ഇതാണ് ചാർക്കോൾ ഉണ്ടാക്കുന്ന അടുപ്പ് കേട്ടോ. നമ്മൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ചാർക്കോൾ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അടുപ്പ്. അപ്പൊ ഇതാണത്. ഇതിനുള്ളിൽ ചാർക്കോൾ ഇട്ടിട്ട് നല്ലോണം തീ കത്തിക്കും. ഒന്ന് കനലാൻ വേണ്ടിയിട്ട് അങ്ങനെ വീശിട്ട് കൊടുക്കും. ഇപ്പൊ ചേച്ചിമാര് ലിമാണ്ട കറി വെക്കാൻ പോവാണ്. അപ്പൊ ഈ ചേച്ചി പൊതി ഒഴിക്കുന്നത് എന്താണെന്നറിയോ? ബേക്കിംഗ് സോഡയാണ്. നമ്മളാരും ബേക്കിംഗ് സോഡ ഒന്നും കറിയിൽ ഉപയോഗിക്കാറില്ല. പക്ഷെ ഇവര് ബേക്കിംഗ് സോഡ ഉപയോഗിക്കും കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില ഇലകൾ കുക്ക് ചെയ്യുമ്പോൾ അവർ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ പാത്രത്തേക്ക് ഇട്ടിട്ട് അത് ചൂടാക്കുകയാണ്.
ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ ടെരയിലേന്റെ. അതില് വെള്ളം നല്ലോണം വെട്ടി കളിച്ചിട്ട് അതിലേക്കാണ് ബേക്കിംഗ് സോഡ ഇട്ടത്. പക്ഷെ ഇപ്പൊ അറിയുന്നത് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ചൂടാക്കാണ്. അപ്പൊ പുതിയ പുതിയ അറിവുകളാണ് കേട്ടോ. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇനി ഒഴിക്കാൻ പോവാണ്. ഇത് ചൂടായി കഴിഞ്ഞിട്ട് കൈ പൊള്ളി ഒന്നുമില്ല കേട്ടോ. ആ കൈ കൊണ്ട് അങ്ങനെ ചൂടുള്ള പാത്രത്തിൽ തൊടും. അതിലേക്ക് വെള്ളം ഒഴിച്ചു. നമ്മുടെ എലൂബ ചേച്ചിയാണ് ഇന്ന് ഇവിടെ ലിമാണ്ട കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പീറ്റീന്റെ വൈഫാണ് എലൂബ എന്ന് അറിയുന്നത്. അപ്പൊ ടെരയിലേന്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. നല്ലോണം വെള്ളം തിളച്ച് പത പോലെ വന്നേന്ന് അതിലേക്ക് ടെരയിലേന്റെ ഇല ഇട്ട് കൊടുത്തു. അപ്പൊ ഈ ഇലയുടെ കളറാണ് ഈ മഞ്ഞ കളർ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ഇളം മഞ്ഞ പച്ച കളർ ചേർന്നിട്ടുള്ളതാണ്. അല്ലാതെ ഇതിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ അത് ഇല തിളച്ച് വന്നപ്പോഴത്തേക്കിന് ഇവിടെ ഒരു തക്കാളി വെള്ളത്തിലിട്ടിട്ട് അവര് നന്നാക്കാൻ പോവാണ് കേട്ടോ. എല്ലാരും കൈകൊണ്ടാണ് ഈ തക്കാളി ഞെരടി ഇടുകയാണ് കേട്ടോ ചെയ്യാ. അപ്പം ഈ ഇല കണ്ടില്ലേ നല്ലോണം മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇട്ടത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം സോഡ പൗഡർ, അതായത് ബേക്കിംഗ് സോഡ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ ലിമാണ്ട എന്ന് പറയുന്ന ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടു. അതിനുശേഷം നല്ലോണം തിളച്ച് വന്നപ്പം തക്കാളി നല്ലോണം ഞെരടി പിഴിഞ്ഞ് അതിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്രൗണ്ട് നട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. നമ്മുടെ നിലക്കടലേൻ്റെ പൊടി. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വെറ്റാക്കുകയാണ്, അതായത് ഒന്ന് വെള്ളത്തിൻ്റെ നനവാക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അടുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കടലപ്പൊടി അല്ല നിലക്കടലേൻ്റെ പൊടി വെള്ളവും കൂടി മിക്സ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തേങ്ങയ്ക്ക് പകരം കേട്ടോ. കണ്ട തേങ്ങ പോലെയൊക്കെ തോന്നുമെങ്കിൽ ആ തേങ്ങ അരച്ച പോലെ തോന്നുകയൊക്കെ ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ തേങ്ങ അരച്ച ഒരു കറി അതേപോലെ തോന്നും കണ്ടാൽ ലാസ്റ്റും. എത്രങ്ങാനും സോൾട്ടാണ് ഇവരിടുന്നത് കറിയില്. ഇവിടുത്തെ ആൾക്കാർക്ക് ഉപ്പ് നല്ലോണം വേണം കേട്ടോ. അതാണ് ഇവർ ഇത്രയധികം ഉപ്പിടുന്നത്. അപ്പൊ നമ്മുടെ ലിമാണ്ട കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലിമാണ്ട ഇല വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നമ്മുടെ തേങ്ങ അരച്ചൊരു കറി പോലെ തോന്നും കേട്ടോ. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു കൂട്ടം കറി. സീമേന്റെ കൂടെ കഴിക്കാനുള്ള ഒരു കൂട്ടം കറിയാണിത്. അപ്പൊ നമ്മുടെ എലൂബ ചേച്ചിയാണ് ഇത് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൽ ഇവരെല്ലാവരും ഉണ്ടായിരുന്ന കണ്ടില്ലേ, കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ലിമാണ്ട കറി. ഇനി ഇവരത് സീമേൻ്റെ കൂട്ടത്തിൽ കഴിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഓരോ പുത്തൻ ഇവിടുത്തെ ആഫ്രിക്കയിലെ ഓരോ വിഭവങ്ങളൊക്കെ ആയിട്ട് വരണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.